ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സീരീസ് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2 പോലെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ CSEB എക്സാമിന് ആവശ്യമായ ടോപ്പിക്ക് മാത്രമേ നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വിശദമായിട്ട് നമ്മൾ ക്ലാസ്സസ് പിന്നീട് നൽകുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ CSEBയുടെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിപ്പോൾ ക്ലാസ്സസൊക്കെ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലേ? ഇടയ്ക്കൊന്നല്ല, മിക്കവാറും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ നന്നായി പഠിക്കാം. Cost is the total expenses incurred for manufacturing a product or rendering a service. എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് ആണ്, അല്ലേ? ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനോ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിനോ ആവശ്യമായ ടോട്ടൽ എക്സ്പെൻസസ് ആണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? ഈ കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുന്ന, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്, അക്കൗണ്ടിങ് പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസർട്ടൈൻമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് കോസ്റ്റ് ഡാറ്റ ടു ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് കോസ്റ്റ്. അപ്പോൾ എന്തിനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത്? അസർട്ടൈൻ ചെയ്യാനാണ്, അല്ലേ? പിന്നെ അതുകൂടാതെ തന്നെ ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മാനേജേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യണം? ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. അവർക്കൊരു പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കോസ്റ്റ് പോകുന്നുണ്ടോ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ മെഷേഴ്സ് എന്തെല്ലാം എടുക്കണം എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പും കൂടിയാണ് ഈ റിപ്പോർട്ടിങ്ങിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തെല്ലാമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പുകളെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കോസ്റ്റിംഗ് ഒരു സയൻസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് pertaining to the production of goods and services whereby the records became a method of measurement and a means of control എന്നാണ് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് സിമ്പിളായി എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് മനസ്സിലായി. ഇനി വേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ സ്കോപ്പുകളാണുള്ളത്, എന്തൊക്കെ തരത്തിലാണ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാം. എങ്ങനെ? ഇറ്റ് റിഫേഴ്സ് ടു അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഒരു ജോബ്. പ്രോഡക്ട്സിനെ മാത്രമല്ല, സർവീസിനെയും ജോബിനെയും എല്ലാം കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് എന്ത്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സ്. കോസ്റ്റ് അസർട്ടൈൻ ഈസ് ഡൺ എങ്ങനെയാണ് ചെയ്യുന്നത്? കളക്ഷൻ ഓഫ് കോസ്റ്റ് കളക്ട് ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക, പിന്നെ ലിങ്കിങ് ഓഫ് വാരിയസ് എക്സ്പെൻസസ് ടു ദ പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ്. വാരിയസ് പ്രോഡക്ട്സിനെയും സർവീസസിനെയും ജോബ്സിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അതും ഇമ്പോർട്ടൻ്റ് ആയത് തന്നെയാണ്. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പ്രോഡക്റ്റ്, സർവീസ് ഓർ ജോബ് ടു മേക്ക് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ അസർട്ടൈൻസ് ദ ആക്ച്വൽ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കോസ്റ്റ് റിപ്പോർട്ടിങ്ങിലേക്ക് പോവാം. കോസ്റ്റ് റിപ്പോർട്ടിങ്ങിന് കോസ്റ്റ് പ്രസൻറ്റേഷൻ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്താണ്? അതായത് വാരിയസ് മാനേജീരിയൽ പേഴ്സൺസിന് ഡിസിഷൻ മേക്കിന് ആവശ്യമായ കോസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക. ടൈമിലി പ്രസൻറ്റ് ചെയ്യണം, അല്ലേ? ടൈമിലി റിപ്പോർട്ടിംഗ് ആഡ്സ് മോർ വാല്യൂ ടു ദ കോസ്റ്റ് ഇൻഫർമേഷൻ. ടൈമിലി റിപ്പോർട്ടുകൾ കിട്ടുമ്പോഴാണ്, റിപ്പോർട്ടിംഗ് നടക്കുമ്പോഴാണ് ആ കോസ്റ്റ് ഇൻഫോർമേഷന് കൂടുതൽ വാല്യൂ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെ കോസ്റ്റ് കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് പ്രോഡക്ട്സും ഡിഫറെൻറ്റ് സർവീസസും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊരു പീരിയഡ് ഓഫ് ടൈമിൽ അവരെന്ത് ചെയ്യും? അതിനെ ഒരു കമ്പാരിസൺ നടത്തും. ഓക്കെ,
പിന്നെ കോസ്റ്റ് കൺട്രോൾ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻഷുർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡസ് നോട്ട് എക്സീഡ് ദ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ്. അത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സീഡ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. അതാണ് ഈ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സിലൂടെ ചെയ്യുന്നത്. കോസ്റ്റ് കൺട്രോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും അങ്ങനെ വിവിധ തരത്തിലുള്ള കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ പാടോ ഇല്ല. വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ക്വാളിറ്റി. അങ്ങനെയാണ് കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എല്ലാം കൈക്കൊള്ളേണ്ടത്. പിന്നെ കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെരിഫിക്കേഷൻ ഓഫ് ദ കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുക. ഇതും ഈ പറഞ്ഞ പോലെ എന്ത് വേണം, പ്രിൻസിപ്പൾസ് ഓഫ് കോസ്റ്റിംഗ് എല്ലാം അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ജസ്റ്റ് നോക്കിയിരിക്കുക. പിന്നെ കോസ്റ്റ് എന്താണ്? എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊരു മോണിറ്ററി വാല്യൂ ഓഫ് റിസോഴ്സസ് ആണ് അല്ലേ. ഒരു പ്രൊഡക്ഷനും ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് ആവശ്യമായ മോണിറ്ററി വാല്യൂ ഓഫ് ദ റിസോഴ്സസ് ഗിവൺ അപ്പ് ആണ് എന്ത്, കോസ്റ്റ് എന്ന് പറയണത്. ഓക്കെ, പിന്നെ കോസ്റ്റിൽ എന്തെല്ലാം ഉൾപ്പെടും? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, പേയ്മെൻറ്റ് ഓഫ് വേജസ്, അതർ എക്സ്പെൻസസ് ഇൻകേർഡ്. ഇതെല്ലാം എന്താണ്, മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ ചെലവുകളെല്ലാം കോസ്റ്റിൽ ഉൾപ്പെടും എന്നാണ് പറയണത്. പിന്നെ എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് എന്താണെന്ന് നോക്കി, പിന്നെ എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. അതായത് മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റ്. എക്സ്പെൻസ് എന്താണ്? മാനുഫാക്ചറിങ് കോസ്റ്റൊക്കെ കഴിഞ്ഞു. ആ കോസ്റ്റ് പിന്നെ വിച്ച് ഹാവ് ബീൻ അപ്ലൈഡ് അഗെയിൻസ്റ്റ് റവന്യൂ ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡ്. എന്നിട്ട് പിന്നെ അത് സെയിലുമായി ബന്ധപ്പെട്ട്, സെയിലാക്കണമല്ലോ, പ്രോഡക്ട്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. അപ്പോൾ അത് സെയിലാവുമ്പോൾ ഉള്ള എക്സ്പെൻസാണ് എന്ത്, എക്സ്പെൻസ് എന്നറിയപ്പെടുക. സെയിലാകുമ്പോൾ ആ ഒരു പ്രോസസ്സിന് ആവശ്യമായ ചിലവുകൾ. ഓക്കെ, എക്സ്പെൻസസ് ആർ മാച്ച്ഡ് അഗെയിൻസ്റ്റ് റവന്യൂ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന ഒരു സംഭവം നടക്കുന്നത് എക്സ്പെൻസിലാണ് അല്ലേ. എക്സ്പെൻസസ് മാച്ച് ചെയ്യും റവന്യൂവിൻ്റെ കൂടെ. ഓക്കെ, അത് സാലറീസ്, ഇൻഷുറൻസ്, അതൊക്കെ കറക്റ്റായിട്ട് നടക്കുന്ന കൊടുക്കേണ്ട എക്സ്പെൻസസ് ആണ്. പിന്നെ ലോസ് എന്തായിരിക്കും? ലോസ് ഒരു എക്സ്പെൻഡിച്ചർ ഓർ സാക്രിഫൈസ് ഓഫ് റവന്യൂ ആണ്. അത് കിട്ടുമോ? പിന്നെ ഇല്ല. ബെനഫിറ്റ് ഒന്നും ഇല്ലാതെ നഷ്ടപ്പെടുന്നതാണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തെഫ്റ്റ് വഴിയാവാം, ഫയർ വഴിയാവാം, അങ്ങനെ ഏതെങ്കിലും വഴിയാവാം കേട്ടോ. അതാണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കുന്നുണ്ട്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനി അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് സിമെൻറ്റ് പെർ ടൺ അല്ലെങ്കിൽ പെർ ബാഗാണ് അവിടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയണത്. ഓക്കെ, അവിടെ ഒരു കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. എന്ത്, അവിടെ സിമെൻ്റ് ആണല്ലോ അവിടുത്തെ പ്രോഡക്റ്റ്. അപ്പോൾ സിമെൻറ്റ് പെർ ടൺ അല്ലെങ്കിൽ പെർ ബാഗ്, അതാണ് അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റ്. ആ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റ് അതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയണത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അതുപോലെ ടി വി മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ സെറ്റിനായിരിക്കും അല്ലേ, ഓരോ സെറ്റുകൾക്കായിരിക്കും കോസ്റ്റ് വരിക. അപ്പോൾ കോസ്റ്റ് പെർ സെറ്റ് പറയും. പിന്നെ ഓയിൽ കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ ബാരലിലാണ് പറയുക അല്ലേ. ഓക്കെ, അപ്പോൾ അത് ബാരൽ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വാണ്ടിറ്റേറ്റീവ് യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ്. അത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് സെൻറ്ററുകളെ കുറിച്ചാണ് കേട്ടോ. കോസ്റ്റ് സെൻറ്ററുകളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. കോസ്റ്റ് സെൻറ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കോസ്റ്റ് സെൻറ്ററും നോക്കണം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ്. എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്മോളസ്റ്റ് സെഗ്മെൻ്റ് ആണെന്നും പറയാം. ഒരു ആക്ടിവിറ്റിയുടെ സ്മോളസ്റ്റ് സെഗ്മെൻ്റ് ആണെന്നും പറയാം. അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് ഒരു ലൊക്കേഷനാണത്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആ പണി നടക്കുന്ന അല്ലെങ്കിൽ മെഷീൻ ആവാം, പേഴ്സൺ ആവാം, പ്രോസസ്സ് ആവാം, ജോബ് ആവാം, ഇതെല്ലാം എന്താണ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണെന്ന് പറയാം കേട്ടോ. ദ ലൊക്കേഷൻ ഓർ പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, അതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതൊരു സ്മോളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ്
ആക്ടിവിറ്റിയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കോസ്റ്റ് സെൻറ്റേഴ്സ് തന്നെ പലതരത്തിലുണ്ട്. അത് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്നറിയപ്പെടും. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിൽ എന്തായിരിക്കും, അവിടുത്തെ പണി എന്തായിരിക്കും? അവിടെ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ക്യാരി ഡൗൺ ചെയ്യുന്ന സ്ഥലമായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു വെൽഡിങ്ങിൻ്റെ സംഭവമാണെങ്കിൽ ആ ഒരു ഷോപ്പിലാണ് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതേപോലെ റിപ്പയർ ആണെങ്കിൽ അപ്പോൾ അവിടെയും റിപ്പയർ ഷോപ്പായിരിക്കും. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റാണ്, ഒരു സ്മോളസ്റ്റ് ഭാഗമാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ. ഓക്കെ. പിന്നെ സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് സർവീസ് ടു അതർ കോസ്റ്റ് സെൻറ്റേഴ്സ്. അവർ ചെയ്യണത് മറ്റ് കോസ്റ്റ് സെൻറ്ററുകൾക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് സർവീസ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പവർ ഹൗസ് വേണ്ടിയിരിക്കും, പിന്നെ അതുപോലെ തന്നെ വെയർ ഹൗസോ അല്ലെങ്കിൽ സ്റ്റോർ റൂമോ വേണം, പിന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സാണ്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സ്പെസിഫിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ക്യാരി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉള്ളത്. പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് സ്പെസിഫൈ പ്രോസസ് ഓർ എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് ക്യാരിഡ് ഔട്ടിന് വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഉള്ളത്. പിന്നെ ഓപ്പറേഷൻസ് കോസ്റ്റ് സെൻറ്ററാണ്, അതൊരു സെൻറ്റർ വിച്ച് പർട്ടിക്കുലർ ഓപ്പറേഷൻ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള വർക്ക് മാത്രം നടക്കുന്ന സ്ഥലം, അതാണ് ഓപ്പറേഷണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പം എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് മുറിച്ച് അല്ലെങ്കിൽ രൂപം ഒക്കെ മാറ്റണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ടാവില്ലേ, വെൽഡിങ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കട്ടിങ് ഒക്കെ ചെയ്യാൻ. അങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും അനുസരിച്ച് ഓരോ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതാണല്ലോ ഈ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ ഇതെല്ലാം ചെയ്യുന്ന സ്മോളസ്റ്റ് സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് കേട്ടോ. ഓക്കെ. അതിൻ്റെ ടൈപ്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, സർവീസ് കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, പ്രോസസ് കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, പിന്നെ ഓപ്പറേഷൻസ് കോസ്റ്റ് സെൻറ്റർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒക്കെ കൂടിയിട്ടുള്ള പേഴ്സണലായിട്ട് അവർക്കൊരു ഇത്. അപ്പോൾ അതാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. പേഴ്സണൽ എംപ്ലോയീസിൻ്റെ ആയിരിക്കും, സൂപ്പർവൈസേഴ്സൊക്കെ കൂടി, സെയിൽ മാനേജേഴ്സ്, സെയിൽസ്മാൻമാർ, അങ്ങനെ. പിന്നെ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ലൊക്കേഷൻ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻ്റ് ആയിരിക്കും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് എന്ത് പറയുക, ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുക. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഓരോ സ്ഥാപനത്തിലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളായി തരംതിരിച്ചിട്ടുണ്ടാവും, കൂട്ടം ആൾക്കാരെ. അതാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുക. പിന്നെ പ്രോഫിറ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കണം കേട്ടോ. പ്രോഫിറ്റ് സെൻറ്റർ എന്താണ്? പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് which is responsible for both revenue and expenses and discloses the profit of a particular segment of activity. അതായത് ഒരു സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ആണ് ബിസിനസ്സിൻ്റെ, പിന്നെ അത് റവന്യൂവും എക്സ്പെൻസും എല്ലാം റെസ്പോൺസിബിൾ ആണ്. ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റിയുടെ പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യാനാണ് പ്രോഫിറ്റ് സെൻറ്റർ. ഇപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടായി, അതാണ് പ്രോഫിറ്റ് സെൻറ്റർ അതിന് വേണ്ടിയിരിക്കുന്നത്. ഡിസ്ക്ലോസ് ചെയ്യാനാണ് അത് പ്രോഫിറ്റ് ഓഫ് എ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി. ഇന്ന പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ചെയ്തപ്പം ഇന്ന പോലെ പ്രോഫിറ്റ് ഉണ്ടായി. ഓക്കെ. പിന്നെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് യൂണിറ്റ് എന്തായിരിക്കും? അത് ഏറ്റവും യൂണിറ്റ് ആയിട്ടുള്ള ഒരു ബേസ് ടേം ആയിരിക്കും അല്ലേ. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ബേസിക് ടൂളാണ് എന്ത്? കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്തായിരുന്നു? കോസ്റ്റ് യൂണിറ്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടോ. കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റിയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, മെഷീന്, പേഴ്സൺസ്, പ്രോസസ്സ്, ജോബ്, ലൊക്കേഷൻ, അതിൻ്റെ ടൈപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രോഫിറ്റ് സെൻറ്ററുകൾ പറഞ്ഞു. പിന്നെ അടുത്തത് കോസ്റ്റ് യൂണിറ്റ് ആണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സിമ്പിൾ കോസ്റ്റ് എന്നും കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്നും രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സിമ്പിൾ കോസ്റ്റ് എന്നും കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്നും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടണ്ണ് ഒരു കോസ്റ്റ് യൂണിറ്റ് ആണ് അല്ലേ, കിലോഗ്രാം, ലിറ്റർ, ഒരു പീസ്. അപ്പോൾ അത് ഒക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് അല്ലേ. ഓക്കെ.
ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ എന്ത് പറയും? കോട്ടന് കോസ്റ്റ് യൂണിറ്റ് ബെയിലാണ് വരുന്നത് കേട്ടോ. ബെയിൽ എന്ന് വെച്ചാൽ BALE കേട്ടോ. പിന്നെ സിമൻ്റ് ആണെങ്കിൽ നമ്മൾ ടൺ കണക്കിനാണ് അല്ലേ, ടണ്ണല്ലേ പറയുക. അപ്പോൾ അതാണ് കോസ്റ്റ് യൂണിറ്റ് സിമൻറ്റിൻ്റെ. സിമൻ്റ് ആയാലും ഷുഗർ ആയാലും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പെർ ബെഡിനാണ് യൂണിറ്റ് ചാർജ് ചെയ്യുക അല്ലേ, പെർ ബെഡിനാണ് യൂണിറ്റ് ചാർജ് ചെയ്യുക. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഇൻഡസ്ട്രി ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, അവയ്ക്കെല്ലാം എന്തുണ്ട്, ഓരോ തരത്തിലുള്ള കോസ്റ്റ് യൂണിറ്റുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കണം. കോസ്റ്റ് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കോസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന്. ഓക്കെ, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ ബെനഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഇപ്പം ഒരു ബെനഫിറ്റ്, അത് നഷ്ടപ്പെട്ട ബെനഫിറ്റാണ് ബൈ റിജക്റ്റിംഗ് എ പർട്ടിക്കുലർ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ്. ഇപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണ്, പക്ഷെ അതിന് മുമ്പേ നമുക്ക് അതിൽ നല്ലൊരു അവസരം വന്നു, പക്ഷെ നമ്മളത് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മളത് സാക്രിഫൈസ് ചെയ്തതാണ് അല്ലേ. നമുക്കത് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ആ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരികയും നമുക്കത് അതിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വന്നു. അപ്പോൾ ആ ഒരു ബെനഫിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാക്രിഫൈസ് ചെയ്ത ആ ഒരു കോസ്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ദ വാല്യൂ ഓഫ് എ ബെനഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സ് ആക്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന നമ്മുടെ മറ്റൊരു ബെനഫിറ്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തനം, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ബെനഫിറ്റ് ഫോർഗോൺ. അത് നഷ്ടപ്പെട്ട ബെനഫിറ്റാണ് അല്ലേ. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെയാണ് നഷ്ടപ്പെട്ടത്. ബൈ റിജക്റ്റിംഗ് എ പർട്ടിക്കുലർ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ്. ഒരു കോമ്പീറ്റീവ് ആൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ട് മറ്റൊരു കോമ്പീറ്റിംഗ് ആൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന ഒരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടം എന്നല്ല, ആ ഒരു കമ്പാരിസൺ നടത്തുമ്പം അത് ചെയ്താൽ എനിക്കത് കിട്ടുമായിരുന്നു, ഇത് ചെയ്തപ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു സാക്രിഫൈസിങ് പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് എപ്പോഴും കാണാറുണ്ട്, കാര്യം മനസ്സിലാക്കി പഠിക്കും. പിന്നെ പറയുന്നത് സങ്ക് കോസ്റ്റ് എന്താണെന്നാണ്. SUNK, സങ്ക് കോസ്റ്റാണ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡെസിഷൻ മേക്കിംഗ്. അത് നടന്നത് പാസ്റ്റിലാണ്, കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പാസ്റ്റാണ്, അതിന് ഫ്യൂച്ചർ ഡെസിഷൻ മേക്കിൽ യാതൊരു എഫക്റ്റും ഇല്ല എന്നാണ് പറയണത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് നമ്മുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ദ അൺഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റിനെ പറയുന്ന പേരാണ് സങ്ക് കോസ്റ്റ് അല്ലേ. പുതിയ ഒരെണ്ണം വാങ്ങാൻ വെൻ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് നമ്മൾ പരിഗണനയിലിരിക്കുമ്പം അൺഡിപ്രിസിയേറ്റഡ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്, ആ അസറ്റിൻ്റെ അൺഡിപ്രിസിയേറ്റഡ് വാല്യൂവിനെ പറയുന്നതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ എഫക്റ്റ് ഒന്നുമില്ല അല്ലേ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ ഇൻകേർ ചെയ്തതാണ്, പക്ഷേ ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്യൂച്ചർ ഡെസിഷൻ മേക്കിംഗ്. ഭാവിയിൽ നമ്മൾ അതിനെ ഒരു തരത്തിലും നമ്മുടെ സിസ്റ്റത്തിനെ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കോസ്റ്റിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്